ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചറ. ഞാൻ രജശ്വരി വിനോ. ഇന്നത്തെ ക്ലാസ്സിൽ മോർണിംഗ് ചലഞ്ചിന്റെ ഒരു ക്ലാസ് ആണ്. നമുക്കൊരു കുറച്ച് ദിവസമായിട്ട് 3-4 ദിവസമായിട്ട് ഇല്ലായിരുന്നു. മറ്റൊന്നുമല്ല, ക്ഷീണം കാരണമായിരുന്നു. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് മോർണിംഗ് ചലഞ്ചിലെ മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ചിത്രങ്ങളുടെ എണ്ണം എത്രയാണ്? തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ എത്ര എണ്ണം എന്നാണെന്ന് ചോദിച്ചാൽ 30 എണ്ണമാണ്. ഓക്കെ, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് വ്യക്തിത്വ അബോധ മനസ്സിനെ പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രക്ഷേപണ തന്ത്രമാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇതിൽ ഉപയോഗിക്കുന്ന ചിത്രങ്ങളുടെ എണ്ണം 30 ആണ്. MMPI എന്ന മാപിനിയിൽ എത്ര ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? MMPI മാപിനിയിൽ 550 ഇനങ്ങൾ. മിന്നസോട്ട മൾട്ടിപാസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി എന്നാണ് അറിയപ്പെടുന്നത്. MMPI മിന്നസോട്ട മൾട്ടിപാസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി വ്യക്തിത്വം അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻവെന്ററികളിൽ പ്രധാനമാണിത്. ഏറ്റവും വലുതെന്നൊക്കെ അറിയപ്പെടുന്ന 550 ഇനങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. NCERT രൂപം കൊണ്ട വർഷം 1961 NCERT രൂപം കൊണ്ട വർഷം 1961. വിദ്യാഭ്യാസ പരിശീലനത്തിന് വേണ്ടിയുള്ള സ്ഥാപനം, ജില്ലാതല സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ഡയറ്റ് ആണ്. ഓക്കെ, വിദ്യാഭ്യാസ പരിശീലനത്തിന് വേണ്ടിയുള്ള ജില്ലാതല സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ഡയറ്റ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ക്വസ്റ്റിലേക്ക് കടക്കാം. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ചിത്രങ്ങളുടെ എണ്ണമാണ് 30. MMPI മാപിനിയിൽ എത്ര ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 550 ഇനങ്ങളുണ്ട്. NCERT രൂപം കൊണ്ട വർഷം 1961. വിദ്യാഭ്യാസ പരിശീലനത്തിനായുള്ള ജില്ലാതല സ്ഥാപനമാണ് ഡയറ്റ്. വിദ്യാഭ്യാസ പരിശീലനത്തിനു വേണ്ടിയുള്ള ജില്ലാതല സ്ഥാപനമാണ് ഡയറ്റ് എന്നറിയപ്പെടുന്നത്. സ്കൂൾ എന്ന വാക്കുണ്ടായത് ലാറ്റിൻ ഭാഷയിൽ നിന്നുമാണ്. സ്കൂൾ എന്ന വാക്കുണ്ടായത് ഏത് ഭാഷയിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ലാറ്റിൻ ഭാഷയിൽ നിന്ന്. സ്കൂൾ എന്ന വാക്കുണ്ടായത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ഹ്യൂറിസം എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കൽ എന്നാണ്. ഹ്യൂറിസം എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ്? കണ്ടുപിടിക്കൽ എന്നാണ്. ഹ്യൂറിസം എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കൽ എന്നാണ്. നോം ചോംസ്കി ഭാഷാ പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഏത് വർഷമാണ്? 1968. നോം ചോംസ്കി ഭാഷാ പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചത് 1968. നോം ചോംസ്കി ഭാഷാ പഠന സിദ്ധാന്തം ആവിഷ്കരിച്ച വർഷം 1968. മാനുഷിക സിദ്ധാന്തവാദികളിൽ ഏറ്റവും പ്രധാനി ആരാണ്? മാനുഷിക സിദ്ധാന്തവാദികളിൽ ഏറ്റവും പ്രധാനി അബ്രഹാം മാസ്ലോയാണ്. അബ്രഹാം മാസ്ലോ. മാനുഷിക സിദ്ധാന്തവാദികളിൽ ഏറ്റവും പ്രധാനി എന്നറിയപ്പെടുന്നത് എബ്രഹാം മാസ്ലോയാണ്. മാനുഷിക സിദ്ധാന്തവാദികളിൽ ഏറ്റവും പ്രധാനി അബ്രഹാം മാസ്ലോയാണ്. ഗർഭധാരണം മുതൽ ജനനം വരെയുള്ള ഘട്ടത്തിനെ പറയുന്നത്, ഗർഭധാരണം അമ്മയുടെ വയറ്റിലാവുന്ന സമയം മുതൽ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്ന സമയം വരെയുള്ളതാണ് പ്രാഗ് ജന്മഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. പ്രാഗ് ജന്മഘട്ടം അഥവാ ജനനപൂർവ്വഘട്ടം. പ്രാഗ് ജന്മഘട്ടം അഥവാ ജനനപൂർവ്വഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, പ്രാഗ് ജന്മഘട്ടം അഥവാ ജനനപൂർവ്വഘട്ടം 280 ദിവസം അല്ലെങ്കിൽ 9 മാസമാണ്. വികാസത്തെ നിർണയിക്കുന്ന പ്രധാന 2 ഘടകങ്ങളാണ് പാരമ്പര്യവും പരിസ്ഥിതി. വികാസത്തെ സ്വാധീനിക്കുന്ന, വളർച്ചയെ സ്വാധീനിക്കുന്നത് കേട്ടോ, പാരമ്പര്യം, പരിസ്ഥിതി, പഠനം, പരിപക്വത. പാരമ്പര്യം, പരിസ്ഥിതി, പഠനം, പരിപക്വത എന്നിവയാണ് വികാസത്തെ സ്വാധീനിക്കുന്ന സുപ്രധാന ഘടകങ്ങൾ. വികാസത്തെ സ്വാധീനിക്കുന്ന സുപ്രധാന ഘടകങ്ങൾ പാരമ്പര്യം, പരിസ്ഥിതി, പഠനം, പരിപക്വത എന്നിവയാണ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം ഏതൊക്കെയാണ്. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിൽ എത്ര ചിത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട്? 30. MMPI മിന്നസോട്ട മൾട്ടിപാസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററിയിൽ എത്ര ഇനങ്ങളുണ്ട്? 550 ഇനങ്ങളുണ്ട്. NCERT രൂപം കൊണ്ട വർഷം 1961. വിദ്യാഭ്യാസ പരിശീലനത്തിന് വേണ്ടിയുള്ള ജില്ലാതല സ്ഥാപനമാണ് ഡയറ്റ് എന്നറിയപ്പെടുന്നത്. സ്കൂൾ എന്ന വാക്കുണ്ടായത് ലാറ്റിൻ ഭാഷയിൽ നിന്നുമാണ്. ഹ്യൂറിസം എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കൽ എന്നാണ്. നോം ചോംസ്കി ഭാഷാ പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചത് 1968. മനുഷ്യ സിദ്ധാന്തവാദികളിൽ ഏറ്റവും പ്രധാനി അബ്രഹാം മാസ്ലോയാണ്. ഗർഭധാരണം മുതൽ ജനനം വരെയുള്ള ഘട്ടത്തിന് പറയുന്ന പേരാണ് പ്രാഗ് ജന്മഘട്ടം എന്ന് പറയുന്നു. വികാസത്തെ നിർണയിക്കുന്ന സുപ്രധാന ഘടകങ്ങൾ പാരമ്പര്യം, പരിസ്ഥിതി, പഠനം, പരിപക്വത എന്നിവയാണെന്ന് പഠിച്ചു വെക്കുക. അനുഭവത്തിലൂടെയുള്ള വ്യവഹാരം, അതായത് അനുഭവത്തിലൂടെ നമ്മുടെ സ്വഭാവത്തിനുണ്ടാകുന്ന മാറ്റം, അതാണ് ക്വസ്റ്റ്യൻ. അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് ഡാഷ് പഠനം. അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനത്തിനെയാണ് പഠനം എന്ന് പറയുന്നത്. അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് പഠനം.
അന്തർലീന ഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? അന്തർലീന ഘട്ടം എന്നറിയപ്പെടുന്ന ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ പിൽക്കാല ബാല്യമാണ്. ലാറ്റൻസി സ്റ്റേജ് എന്നൊക്കെ അറിയപ്പെടുന്ന പിൽക്കാല ബാല്യം, അന്തർലീന ഘട്ടം എന്നറിയപ്പെടുന്ന പിൽക്കാല ബാല്യമാണ്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പിൽക്കാല ബാല്യം. ഇത് അറിയപ്പെടുന്ന പേര് അന്തർലീന ഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. അന്തർലീന ഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ് പിൽക്കാല ബാല്യം എന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ പഴയ പോലെ തന്നെ എഴുതി വെച്ച് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു ക്ലാസ്സുമായി ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.